ഹലോ, നമ്മുടെ മാൾട്ട ട്രാവൽ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. മാൾട്ടയിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് സെൻറ്റ് പീറ്റേഴ്സ് പൂൾ എന്ന് പറയുന്ന കടലിനോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. ഇവിടെ ഇങ്ങനെ കടലിൽ ചാടാനും നീന്താനും സൺബാത്തിനും ഒക്കെ ആയിട്ട് ഒത്തിരി ടൂറിസ്റ്റ് ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് പൂൾ. ജെയ്ദ് ആ വെള്ളത്തിൽ ചാടാനായിട്ട് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ജയ്ക്ക് മാൾട്ടയിൽ വരാൻ തന്നെ ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് ഈ വെള്ളത്തിൽ ചാടാനും നീന്താനും ഒക്കെ ആയിട്ടായിരുന്നു. ഇത് അടുത്ത് നിന്ന് 2 പെൺപിള്ളേർ എത്തി നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. ആൾ സേഫായി താഴെത്തിയോ എന്ന് നോക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് കാണുമ്പോൾ അധികം ആഴം തോന്നില്ലെങ്കിലും ചാടാൻ അത്യാവശ്യം ഒരു ആഴമുള്ള ഒരു സ്ഥലമാണിത്. വിജയശ്രീലാളിതനായി കയറി വന്നിട്ടുണ്ട് അഭിമാനം തുളുമ്പുന്ന മുഖത്തോടെ. ഇവരുടെ ഈ ചാട്ടം കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവുമായിരുന്നു. 3 പേര് മേലെ കയറി നിന്നിട്ട് ഭയങ്കര സ്കില്ലൊക്കെ കാണിച്ചിട്ടായിരുന്നു ഇവർ ചാടുന്നത്. അങ്ങനെ ഒത്തിരി പേര് പല രീതിയിൽ ഫ്ലിപ്പ് ചെയ്തും ഡാൻസ് ചെയ്തുമൊക്കെ ചാടുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാൾട്ട വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ്സാക്കണ്ട. ഇത് സെൻറ്റ് പീറ്റേഴ്സ് പൂളാണ്. യൂറോപ്യൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ടൂറിസ്റ്റ് വന്നിട്ടുള്ളത്. ഇന്ത്യൻസിനെ നമ്മളങ്ങനെ കണ്ടു തന്നെ ഇല്ല എന്ന് പറയാം, വളരെ കുറവായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരാൻ മാൾട്ട വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യേണ്ട. കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ അതായിരുന്നു. വെള്ളത്തിൽ ചാട്ടമൊക്കെ ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേയിലെ മെയിൻ പരിപാടികൾ. ഇത് നമ്മുടെ 3rd ഡേ ആണ് മാൾട്ടയിൽ. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്ന് രാത്രി മാൾട്ടയിൽ നിന്ന് തിരിച്ച് മാഞ്ചസ്റ്ററിന് പോവും. അപ്പോൾ നമ്മുടെ മാക്സിമം കാണാനുള്ള സ്ഥലങ്ങൾ ഇന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വലൈറ്റയിലാണ്, ക്യാപിറ്റലായിട്ടുള്ള വലൈറ്റയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പാസ്തിസി നമ്മൾ നേരത്തെ കഴിച്ചിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്നാക്ക് എന്ന് പറയുന്നത്. ഇത് വേറൊരു ഫുഡ് ഐറ്റമാണ്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് 3 പേര് കൂടി അത് കഴിച്ച് തീർത്തത് തന്നെ. അപ്പോൾ ഇതാണ് മാൾട്ടയുടെ ക്യാപിറ്റലായ വലൈറ്റ. നമ്മളിവിടെ ഓൾറെഡി ഇന്നലെ രാത്രി ഒന്ന് വന്നായിരുന്നു. നൈറ്റ് വൈബൊക്കെ എൻജോയ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പകൽ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയേക്കുവാണ്. നല്ല ഷോപ്സൊക്കെ ഉണ്ട്, സൊവനീർ ഷോപ്സ് ഉണ്ട്. നല്ല ടൂറിസ്റ്റൊക്കെയുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും വഴിയിലൂടെയൊക്കെ നടന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നടക്കുവാണ്. ഇതിവിടുത്തെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ് മാൾട്ടയിലെ. ഈ ഒരു സൊവനീർ ഷോപ്പ് ഒത്തിരി വർഷമായിട്ട്, എനിക്ക് കറക്റ്റ് എത്ര വർഷമാണെന്ന് ഓർമ്മയില്ല, മോർ ദാൻ 50 ഇയേഴ്സോ മറ്റോ എന്തോ ആണ് ആയിട്ട് ഇവിടെയുള്ള ഒരു മലയാളിയുടെ ഒരു ഷോപ്പാണ്. മോഹൻസ് എന്നാണ് ഈ കടയുടെ പേര്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സുവനീറൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വലൈറ്റ ചുറ്റി കണ്ടിട്ട് അടുത്ത ഒരു സ്ഥലം കൂടി നമുക്ക് ഇന്ന് കവർ ചെയ്യാനുണ്ട്. ഇന്ന് ഈവനിങ് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ മാൾട്ടേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഐലൻഡ് കൺട്രിയാണ് മാൾട്ട. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഒരു ചെറിയ ഐലൻഡാണ്, അധികം വലിപ്പമൊന്നുമില്ല. അറൗണ്ട് 315 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്തോ ആണ് മാൾട്ടയുടെ ആകെയുള്ള ഒരു വലിപ്പം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ 10ാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാൾട്ട. 9ാമത്തെ ചെറിയ രാജ്യമാണ് മാൽദീവ്സ്. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ ചെറിയ രാജ്യമാണ് മാൾട്ട. അപ്പോൾ അത്രയും ചെറുതാണ് മാൾട്ട. അങ്ങനെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലത്തെ ലൈം സ്റ്റോൺ ബിൽഡിങ്സ് ആണ്. അങ്ങനെ വെള്ളക്കല്ല് കൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം പണിത് വെച്ചേക്കുന്നത്, ലൈം സ്റ്റോൺസ് കൊണ്ട്. പിന്നെ വലൈറ്റയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഫെറി സർവീസ് ഉണ്ട്, ഗോസോ എന്ന് പറയുന്ന ഇവിടെ തന്നെയുള്ളൊരു ഐലൻഡിലേക്ക്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഗോസോയിലേക്ക് പോകുന്നില്ല. പകരം നമ്മൾ പോകുന്നത് ഈ കാണുന്ന സ്ലീമ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സ്ലീമ മാൾട്ടയുടെ തന്നെ വേറൊരു സൈഡാണ് സ്ലീമ. ഇവിടെ നമ്മൾ വെറുതെ ചുറ്റി കാണാനൊക്കെയാണ് വന്നേക്കുന്നത്. സ്ലീം എത്തിക്കഴിഞ്ഞപ്പോൾ ജയ്ക്ക് പിന്നെയും വെള്ളത്തിൽ ചാടണമെന്നുള്ള ആഗ്രഹം തോന്നി. വെള്ളത്തിൽ ചാടാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടൊന്നുമല്ല വന്നേക്കുന്നത്. അതിനുള്ള ക്ലോത്ത്സ് ഒന്നും എടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇട്ടേക്കുന്ന ട്രൗസർ ഇട്ടിട്ട് ജയ് വെള്ളത്തിൽ ചാടാൻ തീരുമാനിച്ചു. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു പൊട്ട് പോലെ കാണാൻ പറ്റും അവിടുന്ന് ജയ് വെള്ളത്തിൽ ചാടുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം നീന്തി, കുറേ നേരം കരക്കിരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമുക്കിനി പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ള ടൈമേ ഉള്ളൂ. രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇതിപ്പോൾ ഏകദേശം വൈകിട്ടൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നമുക്ക് തോന്നില്ലെങ്കിലും 6 മണി 7 മണിയോ മറ്റോ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ മാൾട്ട ട്രിപ്പ്. അടുത്ത ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ബൈ.